അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായം വേളയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് കഴിഞ്ഞ ട്യൂസ്ഡേ ഞാൻ ഡൽഹിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. അന്നേരമാണ് പ്രിയ അജിൻ ബ്രദർ എന്നോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് പകൽ അതുകൊണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഞാനൊരു ബൈബിൾ കോളേജ് നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിൽ ഒരു വചനം എടുത്താൽ കുറഞ്ഞത് BTHകാർക്ക് എടുക്കുന്ന ക്ലാസ് 1.5 മണിക്കൂറാണ്. അപ്പം ഈ 2 ദിവസം കൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, എല്ലാം ചന്തമായിട്ടും ഉചിതമായിട്ടും ദൈവം ചെയ്യും. സ്തോത്രം. നിങ്ങളെ ആരെയും ഞാൻ മുഷിപ്പിക്കത്തില്ല. സ്തോത്രം. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം മനസ്സിലാക്കേണ്ടിയ വിഷയങ്ങളെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ ദൈവദാസന്മാർ പറയാൻ മടിക്കുന്ന വിഷയങ്ങളായിരിക്കും പറയുന്നത്. കാരണം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇനി ഒരു ജനറേഷൻ ഇല്ല. എൻ്റെ ജനറേഷനിൽ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം അതാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വന്നപ്പം ഒരു പ്രോഫസി പറഞ്ഞതാണ്. അദ്ദേഹത്തെ ദൈവം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടല്ല ഇസ്രയേലിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു വെള്ളക്കാരനുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇസ്രയേലിൽ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, 2017 ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. അതൊരു ബൈബിൾ കണക്കിൻ്റെ പൂർത്തീകരണമാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നെനിക്ക് അറിയില്ല. ഒരു ബൈബിൾ കണക്കിൻ്റെ പൂർത്തീകരണമാണത്. ഇസ്രയേൽ ജനത്തിന് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ യോവേൽ സംവത്സരം എന്നൊരു സംവത്സരമുണ്ട്. അത് 50 വർഷത്തിലൊന്ന് ഇസ്രയേലിൽ കാഹളം ഊതണം. 50 വർഷത്തിലൊന്ന് ഇസ്രയേലിൽ കാഹളം ഊതണം. ആ 50 വർഷം തികഞ്ഞത് 2017 മനസ്സിലായോ? അപ്പോൾ കാഹളം എവിടെ ഊതണം? ഇസ്രയേലിൽ ഊതണം. ട്രംപിൻ്റെ മീനിങ് നിങ്ങൾ പറഞ്ഞു, ട്രംപറ്റ്, കാഹളം. അതായത് ട്രംപിൻ്റെ അപ്പൻ ഈ ട്രംപ് എന്ന് പേരിട്ടത് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിട്ട് യെരുശലേമിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അതിനുശേഷമായിട്ട് ആ ഒരു ജോലി ദൈവം ഫിനിഷ് ചെയ്തു. പിറ്റേ പ്രാവശ്യം ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യുദ്ധങ്ങളാണ് മുഴുവനും, ഇല്ലേ? ബൈഡൻ്റെ കാലഘട്ടത്തിൽ മുഴുവൻ യുദ്ധങ്ങളാണ്. ഇനി നിങ്ങൾ യേശു പറഞ്ഞ വാക്കിനെ ഒന്ന് കേട്ടണം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ആദ്യം യുദ്ധത്തെക്കുറിച്ച് കേൾക്കണം, പിന്നീട് യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കണം. ഇന്ന് നിങ്ങൾ കേട്ടോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ട്രംപിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് നിർത്തിവെച്ചു. മനസ്സിലായോ? ട്രംപിനെ ദൈവം 2ാമത് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നത് ദൈവത്തിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൂടി അമേരിക്ക ഒറ്റപ്പെടണം. ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുവാണ്. എല്ലാ രാജ്യങ്ങൾക്കും അധികം നികുതി ചുമത്തി അമേരിക്ക ഒറ്റപ്പെടുവാണ്. അതിൻ്റെ അർത്ഥം ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിയണം. നിങ്ങളറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം ഇവിടെ ബർമിംഗ്ഹാമിൽ ഒരു സഹോദരൻ തെരുവിൽ നിന്ന് സുവിശേഷം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവനും ആ സഹോദരനെ മർദ്ദിച്ചു. അദ്ദേഹത്തിന് വീട്ടിൽ താമസിക്കാൻ വയ്യാതായി. ഏറ്റവും ലാസ്റ്റ് പബ്ലിക്കായിട്ട് അവിടെ മോസ്കിൽ ചെന്ന് ക്ഷമ പറയേണ്ടി വന്നു. അതെടുത്ത് വീഡിയോ ഇട്ടു. ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്
എന്ന് നിങ്ങളും ഞാനുമൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. സകല ലോകരാജ്യങ്ങളും ഇസ്രയേലിനെതിരെ തിരിയണമെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടണം. ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. 2, ട്രംപിലൂടെ സുവിശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ എത്തും. ഇപ്പം സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഉണർവ് അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഇസ്രയേലിൽ തുടങ്ങി. സകല ആൾക്കാരും ഇപ്പം സുവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഫ്രീ ആയിട്ട് നിന്ന്, നിങ്ങൾക്കറിയാമോ, ട്രംപ് വന്നപ്പോൾ നോർത്ത് ഇന്ത്യയിലെ എത്ര ദൈവദാസന്മാർ ജയിൽ മോചിതരായെന്നറിയാമോ? അപ്പം ഇനി ഒരു കാലഘട്ടമുണ്ടെന്ന് ദൈവമക്കളെ നിങ്ങളാരും വിചാരിക്കരുത്. ഈ കാലഘട്ടത്തിൽ കർത്താവ് വരും. ഒരുക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരും. എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഈ ഇരിപ്പെല്ലാം മാറണം. എനിക്ക് നിങ്ങളോട്, എൻ്റെ ലാസ്റ്റ് മീറ്റിംഗാണ് ഈ പ്രാവശ്യത്തെ ഈ വരവിൽ, നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇരിപ്പ് ഒരു പാരമ്പര്യ പെന്തക്കോസ്തുകാരൻ്റെ ഇരിപ്പ് പോലാകരുത്. നമ്മളെന്തൊക്കെയോ പഠിച്ചു വെച്ച്, നമ്മളെന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഇരിപ്പിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. എടുക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നിത്യത എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോകും. എൻ്റെ അനുഭവസാക്ഷ്യം പറയണമെങ്കിൽ തന്നെ എനിക്ക് 2-2.5 മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാനത് എപ്പോഴെങ്കിലും നിങ്ങൾ www.veeraministries.com ഞങ്ങളുടെ വെബ്സൈറ്റാണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, ഗുരു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാൺമീൻ. നിങ്ങളെ എല്ലാം നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ ക്ഷണിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. പ്രത്യേകിച്ച് എന്നെ കൊണ്ടുവന്ന് ഈ വീട്ടിലെ ബ്രദറ് ഞാൻ നിന്ന സ്ഥലം ഉൾപ്പെടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോൾ ഡൽഹി വന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ നിങ്ങളുടെ ദൈവദാസൻ്റെയിലുണ്ട്. അവിടെ മിഷനറി പ്രവർത്തനങ്ങൾ, ഈ വനത്തിൽ കിടക്കുന്ന ആദിവാസികളുടെയൊക്കെ അടുക്കൽ പോകാനും, സംസ്കാരമില്ലാത്തവർ, വസ്ത്രധാരണമില്ലാത്തവരൊക്കെ ആയിരുന്നവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചെടുത്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്തോത്രം. എൻ്റെ ഒരു പുരുഷായുസിൽ ഒരു 8 വർഷത്തോളം ഞാൻ വനത്തിൻ്റെ അകത്തായിരുന്നു. അങ്ങനെ എൻ്റെ മലയാളം, എൻ്റെ ഹിന്ദി, എൻ്റെ ഇംഗ്ലീഷ് ഭാഷ മുഴുവനും അവിടെ നഷ്ടപ്പെടുത്തി. എന്നിട്ട് അവിടെ ട്രൈബൽ ലാംഗ്വേജ് ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ 57 മിഷൻ ഫീൽഡുകൾ ഞങ്ങൾക്ക് വനാന്തരങ്ങളിലുണ്ട്, ആദിവാസികളുടെ നടുവിലുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ ഈ 57 മിഷൻ ഫീൽഡുകളിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് തൽപരരായിട്ട് ബൈബിള് പഠിക്കാൻ വന്നവരുടെ എണ്ണം 60 പേരാണ് ഈ ഒരൊറ്റ സെക്ഷനിൽ. അപ്പം നിങ്ങളവിടെയൊക്കെ വന്ന് കാണുന്നത് എപ്പോഴും നല്ലതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ സാക്ഷ്യം ഞാൻ എപ്പോഴെങ്കിലും പറയാം. ഒരു തിരുവചനം എടുത്ത് അല്പകാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുക. 7:30 നിർത്തണമല്ലോ. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. വളരെ വേഗത്തിൽ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപം ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ വാക്യം മുഴുവനായിട്ട് എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഒരു 10-15 ദിവസം എൻ്റെ മുമ്പിൽ വേണം. അതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ്, ഈ വാക്യം മുഴുവനായിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഈ ഇരിക്കുന്ന ഇരിപ്പ് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് നിത്യത ലഭിക്കത്തില്ല. ഇത് പൗലോസ് കത്തോലിക്കരോടോ യാക്കോബക്കാരോടോ മർത്തോമക്കാരോടോ സെവന്ത് ഡേക്കാരോടോ ഒന്നും അല്ല പറയുന്നത്, വിശുദ്ധന്മാരോടാണ് പറയുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഇത് തുടക്കം കുറിക്കുന്നത് വിശുദ്ധന്മാരോടാണ്.
വിശുദ്ധന്മാരോട് പറയുമ്പോൾ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടണം. എന്തിന് പുതുക്കപ്പെടണം? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമായി പോയി. ഈ ലോകത്തിന് സ്തോത്രം. ഞാൻ ആദ്യമേ ഈ UK വന്നു കഴിഞ്ഞപ്പം ഞാൻ രണ്ടാമത് പോയ ചർച്ചിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാരണം ഇംഗ്ലണ്ടിനൊരു കൾച്ചറുണ്ട്, ആ കൾച്ചറിലുള്ള ആരാധനയാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട് പാസ്റ്റർ പ്രസംഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എനിക്ക് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല പ്രസംഗിക്കാൻ വന്നത്, പക്ഷേ വേദപുസ്തകം പ്രസംഗിക്കും. പാസ്റ്റർക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. വേദപുസ്തകം പ്രസംഗിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എഴുന്നേറ്റിട്ട് ആദ്യം തുടങ്ങിയതാ, ഇംഗ്ലണ്ടിനൊരു കൾച്ചറുണ്ട്, ഇന്ത്യക്കൊരു കൾച്ചറുണ്ട്, അമേരിക്കയ്ക്കൊരു കൾച്ചറുണ്ട്, അറേബ്യൻ കൺട്രീസിലൊരു കൾച്ചറുണ്ട്, പക്ഷേ ബൈബിളിലൊരു കൾച്ചറുണ്ട്. ഒരു ദൈവവൈതലിൻ്റെ കൾച്ചർ ബൈബിളിനകത്തായിരിക്കണം. അത് വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിന് അനുരൂപമാക്കപ്പെടും. എൻ്റെ ചോദ്യം, എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ ഇന്ത്യയിൽ നിന്നും മസ്കറ്റിൽ നിന്നും ദുബായിൽ നിന്നും പിന്നെ കുവൈറ്റിൽ നിന്നും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഏതെങ്കിലും കൾച്ചർ നിങ്ങൾ കയറി പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നാട്ടിൽ വെച്ച് കൈയടിച്ച് പാട്ട് പാടുമായിരുന്നു, നാട്ടിൽ വെച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമായിരുന്നു, നാട്ടിൽ വെച്ച് ഒറ്റ ആരാധന പോലും മുടക്കത്തില്ലായിരുന്നു, നാട്ടിൽ വെച്ച് കാത്തിരിപ്പ് യോഗത്തിന് പോകും, നാട്ടിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. പക്ഷേ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ അതിനകത്ത് എവിടെയാണ് മാറ്റം വന്നത്? ഇപ്പം ഇന്ന് ഞാൻ കേട്ടു, ദൈവത്തോട് കൽപ്പിക്കാൻ ഒരു കൊച്ചു പയ്യൻ ഇന്ന് പകല് പ്രസംഗിക്കുന്ന കേട്ടു, നീ ദൈവത്തോട് കൽപ്പിക്കണം, നീ രാജാവ, ദൈവത്തോട് കൽപ്പിച്ചോണമെന്ന് കിട്ടാൻ. ഇപ്പം നമ്മളും വന്നിട്ട് ദൈവത്തോട് ദൈവത്തിന് നമ്മൾ ഓർഡർ കൊടുക്കുക. ഇപ്പം നമ്മളെല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ, നമ്മളും നിത്യതയും തമ്മിൽ എന്തേരം ദൂരം ഉണ്ടെന്നറിയാമോ? നമ്മളും നിത്യതയും തമ്മിൽ എന്തേരം ദൂരം ഉണ്ടെന്നറിയാമോ? എന്തേരം ദൂരമുണ്ട്? മുകളിലോട്ട് വലിക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ നിത്യതയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ ഓർത്തോണം, മുകളിലോട്ട് വലിക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നിത്യതയാ. മരിച്ചു, യേശു വന്ന കാഹളനാദം കേൾക്കുവോ? രൂപാന്തരപ്പെടാനുള്ള ദൈവശക്തി നമ്മളിലുണ്ടോ? സമുദായത്തെ വിട്ടിറങ്ങി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഈ വഴിയാത്രയിൽ എവിടെയാണ് നമ്മൾ ലോകത്തിന് അനുരൂപമായി പോയത്? ലോകമോഹത്തിന് നമ്മൾ എവിടെയാണ് അനുരൂപമായത്? നമ്മളെ വിളിച്ച വിളിയിൽ നിന്ന് എവിടെയാണ് നമ്മൾ മാറിപ്പോയത്? ഈ രാത്രി മടങ്ങി വരണം. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയെക്കുറിച്ച് പറയുക, അർദ്ധരാത്രിയിൽ മണവാളൻ വന്നപ്പോൾ ബുദ്ധിയുള്ള 5 കന്യകമാരും ബുദ്ധിയില്ലാത്ത 5 കന്യകമാരും മയക്കം പിടിച്ചുറങ്ങിപ്പോയി. ആരൊക്കെയാ? ബുദ്ധിയുള്ളവരും. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഭയങ്കര ബുദ്ധിയാ. കർത്താവ് വരുന്നതിന് ഈ ഉള്ള അടയാളം മുഴുവൻ ഇപ്പം അത് ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് പൂർത്തീകരിക്കാനുണ്ട്. നേരത്തേക്ക് ഇനി ഞാനൊന്ന് ഉണർന്നോളാം, അന്നേരം ഞാൻ ഉണർന്നോളാം. പക്ഷെ വചനം പറയുന്ന ആ നാഴിക ഏത് നേരത്ത് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. ഞാൻ ഈ ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചൊന്ന് പഠിച്ചേ.
ഇവർക്ക് വിളക്കിൽ എണ്ണയുണ്ട് അച്ഛാ, വിളക്കിൽ എണ്ണയുണ്ട്, പാത്രത്തിലും എണ്ണയുണ്ട് ഇല്ലേ? വിളക്കിലും എണ്ണയുണ്ട്, പാത്രത്തിലും എണ്ണയുണ്ട്. മനസ്സിനകത്ത് പറഞ്ഞു, ഇപ്പം എങ്ങും വരത്തില്ല, ഇനി ഞാൻ കത്തിച്ച് വെച്ചാൽ ഇത് വറ്റിപ്പോകും, അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം, തിരി അങ്ങ് അണച്ചേക്കാം. സ്വയമായിട്ട് തിരി അണച്ചി ഒരു കൂട്ടര് പറഞ്ഞു, ഇഷ്ടംപോലെ എണ്ണയുണ്ടല്ലോ, ഇത് എൻ്റെ ഒരു ഭാവനെ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ പാത്രത്തിൽ നിന്ന് ഈ വിളക്കയിലോട് തീരുന്നതിനനുസരിച്ച് വീഴാനായിട്ട് ഇവർ വേണമെങ്കിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇവര് സംഭവം എല്ലാം സെറ്റ് ചെയ്തു, വിളക്ക് കത്തിച്ചു, മയങ്ങി. മുകളിൽ പാത്രത്തിൽ ഉണ്ടായിരുന്ന എണ്ണയും തീർന്നു, വിളക്കിലെ എണ്ണയും തീർന്നു, കരിന്തിരി കത്തി കെട്ടുപോയി. പക്ഷെ മണവാളൻ വന്നപ്പം വിളക്കിൽ എണ്ണയുള്ളവരും പാത്രത്തിൽ എണ്ണയുള്ളവരും പാത്രം വറ്റിച്ചവരും ഒന്നിച്ചു മയക്കം പിടിച്ചുറങ്ങി. ഈ ഇരിപ്പിൽ മയക്കം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉറക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. യേശു വരുന്നതിന് മുൻപ് സഭയ്ക്കൊരു മയക്കമുണ്ടാകുന്നുണ്ട്. ആ മയക്കം വിട്ട് എഴുന്നേക്കാൻ സമയമായി. നമ്മളൊക്കെ വിചാരിക്കുന്നത് ആരാധിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ചർച്ചിൽ വന്നു, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, 2 പാട്ട് പാടി, കീബോർഡാണല്ലോ, കീബോർഡ് അങ്ങോട്ട് അങ്ങോട്ട് തകർത്ത് കഴിയുമ്പം കൈ കൊട്ടി തറ കുലുക്കി 10 അന്യഭാഷയാണ് ഇല്ലേ? 10 അന്യഭാഷയാണ്. ഈ സംഭവം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ആചാരമോ, എന്തോ ആചാരമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അപ്പനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കീബോർഡിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ സംസാരിക്കുമ്പോൾ കീബോർഡ് ഡ്രം അടിച്ച് ആണോ പാട്ട് പാടുന്നേ, സംസാരിക്കുന്നേ? അല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനോട് ഞാൻ സംസാരിക്കുക, അതിന് ഈ കീബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇത് വെച്ച് നീ പാടി കൈയടിച്ച് അന്യഭാഷ പറയണമെങ്കിൽ നീ പ്രാപിച്ചിരിക്കുന്ന സാധനം ഒറിജിനൽ അല്ല. പറയാനുള്ളത് തീർത്ത് പറഞ്ഞിട്ടേ പോകും. ഒന്നും വിചാരിക്കരുത്, വിളിച്ചില്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുള്ളൂ. സ്തോത്രം. കാരണം കർത്താവിൻ്റെ വരെ പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നാളെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് ചോദിക്കും, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. ഓക്കെ. അപ്പൊ എൻ്റെ അപ്പനോട് എനിക്ക് സംസാരിക്കാൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾ കേട്ടോണേ, ഈ സ്തോത്രം പറയുന്ന പരിപാടിക്ക് നിൽക്കുവേ, ഇപ്പം കേട്ടോണം, ശ്രദ്ധിച്ചോണം. എൻ്റെ അപ്പനോട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അപ്പൻ എന്നോട് സംസാരിക്കും. സംസാരിക്കോ ഇല്ലയോ? സംസാരിക്കോ ഇല്ലയോ? എൻ്റെ അപ്പനോട് ഞാൻ സംസാരിച്ചാൽ അപ്പൻ എന്നോട് സംസാരിക്കും, ഞാനത് കേൾക്കണം. ചോദ്യം, അന്യഭാഷ പറഞ്ഞിട്ട് ദൈവശബ്ദം ചെവി കേട്ട എത്ര പേരുണ്ട്? അന്യഭാഷ അങ്ങോട്ട് പറയുക അപ്പനോട്, പക്ഷെ അപ്പൻ ഇങ്ങോട്ട് പറഞ്ഞത് ഈ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് ഇരുന്നപ്പോ ഇത് ദൈവശബ്ദം കേൾക്കാൻ ചെവിയില്ല, പിന്നെ അങ്ങനെ കാഹള ശബ്ദം കേൾക്കും. നിങ്ങൾ ഓർക്കുന്ന ക്രിസ്ത്യ ജീവിതം ചില്ലറക്കളിയാന്ന് ചില സംഭവമല്ല. ഇപ്പൊ എല്ലാം വൺ മാൻ ഷോയാ. ഞാൻ ചോദിക്കും, അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നൊരു 10 മണിക്കൂർ സംസാരിക്കും, ഇങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അച്ഛൻ എന്തോ
1 മണിക്കൂർ 1.5 മണിക്കൂർ കേൾക്കും. 1.5 മണിക്കൂർ കഴിയുമ്പം വല്ല പാസ്റ്ററെ ഒരു ഇച്ചിരി വെള്ളം എടുക്കട്ടെ തൊണ്ണ നനയ്ക്കാൻ. എന്തിനാണെന്നറിയാവോ? എൻ്റെ തൊണ്ണ ഉണങ്ങുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ടും അത് ഞാൻ സംസാരിക്കുമെന്നും അറിയാം. പക്ഷെ ഒരല്പസമയം എൻ്റെ അടുത്ത് നിന്നൊന്ന് എസ്കേപ്പ് ആകണം. ശരിയോ തെറ്റോ? നിങ്ങൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനോഭാവം എന്തായിരിക്കും? നിങ്ങളോട് ദൈവം എത്ര പ്രാവശ്യം പറഞ്ഞു, മോനെ ഒന്ന് മിണ്ടാതിരിക്കെ, ഞാൻ നിന്നോട് സംസാരിക്കാം, നീ എൻ്റെ സന്നിധി ഇരിക്കെ, എനിക്ക് നിന്നോട് പറയാനുണ്ട്. നമ്മൾ കേൾക്കാനിരിക്കുമോ? ഇല്ല. നമ്മുടെ പരിപാടി എന്നാണെന്നറിയോ? നമ്മൾ ഏറ്റവും നല്ല പ്രവാചകനാരും ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ. ഇതിപ്പം പ്രവാചകന്മാരുടെ കാലമാണല്ലോ. ഏറ്റവും നല്ല പ്രവാചകനുണ്ടായിരുന്നു ആരെ? പാസ്റ്റർ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. പെന്തക്കോസ്തുകാരൻ പ്രവാചകനെ വിളിച്ച് വീട്ടിൽ കയറി പ്രവചിപ്പിക്കുന്നതും ഒരു ഹിന്ദു പോയി കവടി നിർത്തുന്നതും ഒരുപോലെ. ഇത് രണ്ടും ചെയ്യുന്നത് ഭാവി അറിയാൻ ആണോ അല്ലയോ? ഇപ്പം മൊത്തം പ്രവാചകന്മാരുടെ കാലമാണ്. ഞാൻ പ്രവചനത്തിനെതിരല്ല കേട്ടോ, ഞാനും പ്രവാചകനാ. ഞാൻ പ്രവചനത്തിനെതിരല്ല. ഈ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ക്യാൻവാസ് ചെയ്യുന്ന ആരെയാണെന്നറിയോ? സഹോദരന്മാരെ ചെയ്യുമോ? സഹോദരിമാരെ ചെയ്യുന്നു. മനസ്സിലെ ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് സഹോദരിമാരെ ക്യാൻവാസ് ചെയ്യുന്നറിയാമോ? നിങ്ങൾക്കറിയോ? ഞാനൊരു ബൈബിൾ കോളേജ് നടത്തുന്ന മനുഷ്യനായതുകൊണ്ട് ഈ പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൗൺസിലിംഗിൽ ഡോക്ടറേറ്റ് എടുത്തൊരു മനുഷ്യനാണ്. ഈ സഹോദരിമാര് കല്യാണപ്രായമായി കഴിയുമ്പോൾ ഇവരുടെ മനസ്സിനകത്ത് 1000 കൂട്ടം സംഭവം. എന്തുവാ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കൂടി ഉണ്ടോ ഇല്ലയോ? സുന്ദരനായിരിക്കണം, സുമുഖനായിരിക്കണം, ആരോഗ്യഗാത്രനായിരിക്കണം, നല്ല ജോലിയുള്ള ആരായി, ഡ്രൈവിങ് ചെയ്യുന്ന ആളായിരിക്കണം, എന്നെ കൊണ്ട് കറങ്ങാൻ പോകുന്ന ആളായിരിക്കണം. ആ ഒരുപാട് സംഭവം എഴുതി പിടിപ്പിച്ചിട്ടാണ് ഇവര് നിൽക്കുന്നത്. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ നേരെ അങ്ങ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ 2 ചുമ. എൻ്റെ ദൈവമേ, ഞാൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ കെട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടൻ ചുമയും പിടിച്ചിട്ട് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. ഇത് നേരെ അങ്ങ് തിരിയും. കാരണം ഇവര് ലോല ഹൃദയർ. ആര്? സഹോദരിമാർ. ഞാൻ ഈ സൈക്കോളജിയാ പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, സഹോദരിമാർ ഒരു മിനിറ്റിൽ 10 ജോലി ചെയ്യും. സഹോദരന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സഹോദരിമാർ അരിക്ക് അങ്ങോട്ട് അരി കഴുകിയിട്ടിട്ട് പെട്ടെന്ന് കരിക്കരി, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിനെ നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വാരി, ഒറ്റ മിനിറ്റിൽ 10 ജോലി ചെയ്യും സഹോദരന്മാരെ കൊണ്ട്. പക്ഷെ ഈ 10 ജോലി ക്ലീൻ ആയിരിക്കത്തുമില്ല. സഹോദരന്മാർ ചെയ്യുന്ന ഒറ്റ ജോലി കറക്റ്റും ആയിരിക്കും. ഇത് സൈക്കോളജിയാണ്. ഞാനീ പറഞ്ഞത്. ഇവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് നേരെ ഉൾട്ടയായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രവാചകൻ വന്നിട്ട് മകളെ, നീ മനസ്സിൽ വിചാരിച്ചതുപോലെയല്ല, നീ ഭയങ്കര ദുഃഖവതിയായിട്ടായിരിക്കുന്നത്. എൻ്റെ പാസ്റ്ററെ, ഞാനിത് ആരോട് പറയണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തീർന്നു. ആരാ എൻട്രി ഉണ്ടാക്കിയിട്ട് കൊടുത്തത്? വീട്ടിൽ വന്നു, പ്രവചനം തുടങ്ങി. ഏറ്റവും ലാസ്റ്റ് ഭാര്യയും ഭർത്താവും കൂട്ടുകയാണ്. ഇപ്പം മാഞ്ചസ്റ്ററിൽ പോയി 2 അടി തീർത്തിട്ട് വന്ന. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 1-2 പ്രവാചകന്മാരല്ല, 10-12 പ്രവാചകന്മാർ വന്ന് ഒരു ഭാര്യയും ഭർത്താവിനും, അതൊരു പാസ്റ്ററുടെ കുടുംബം തല്ലിക്കെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ചെന്ന് തീർത്തിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. എന്നെ പ്രിയരെ, ഇതൊന്നും
ഇതൊന്നുമല്ല ദൈവശബ്ദം എന്ന് പറയുന്നത്. ദൈവത്തിന് പാട്ടിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് ദർശനത്തിലൂടെ നിങ്ങളോട് ഇടപെടാൻ പറ്റും. ദൈവത്തിന് സ്വപ്നത്തിലൂടെ നിങ്ങളോട് ഇടപെടാൻ പറ്റും. ദൈവത്തിന് വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പ്രവാചകന്മാരിലൂടെ നിങ്ങളോട് ഇടപെടാൻ പറ്റും. അപ്പൊ ചോദ്യം, ഏറ്റവും വലിയ പ്രവാചകൻ ആരാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആരാ? പറഞ്ഞേ. യേശുവാ. യേശു എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണോ? ഈ കൊലോസ്യ ലേഖനത്തിലേക്കൊക്കെ വാന്നേ. എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ. അപ്പൊ ഏറ്റവും വലിയ പ്രവാചകൻ ആരാ? ഞാൻ വലിയ പ്രവാചകൻ, ക്രിസ്തു എന്റെ അകത്തിരുന്നിട്ട് ഞാൻ എല്ലാവരുടെയും പ്രവചിക്കാവോ എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ നീ ചെറുതാക്കി കാണും. ക്രിസ്തു അകത്തുണ്ടോ എന്ന് വിശ്വാസം കുറവാ, അതുകൊണ്ടായി പോകുന്നു. നീ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പം വഴി ഇതാകുന്നു, ഇതിലെ കൂടെ നടന്നുകൊള്ളുവിൻ എന്ന് ഞാൻ നിന്നോട് പറയും. അപ്പൊ ഒന്നാമത് പെന്തക്കോസ്തുകാരന് വേണ്ടത് എൻ്റെ അകത്ത് ആരുണ്ടെന്നാ. അപ്പൊ ക്രിസ്തു അകത്തുണ്ടെന്നുള്ളൊരു ബോധ്യം ആദ്യം വേണം. ഇനി രണ്ടാമത്തെ പ്രവാചകൻ ആരാ? നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ. കാരണം നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആടുകളുടെ എല്ലാ വിഷയവും തിരിച്ചറിയുന്ന ആർക്കാ? ഇടയന. അപ്പൊ ഇടയനെ രണ്ടാമത്തെ പ്രവാചകൻ. ഈ ആദ്യത്തെ പ്രവാചകനെ വേണ്ട, രണ്ടാമത്തെ പ്രവാചകനെ വേണ്ട. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് വന്ന് കയറുന്ന ആളിനെ വീട്ടിൽ വിളിച്ച് കൂട്ടയടി നടത്തി ഏറ്റവും ലാശം, പിന്നെ പാസ്റ്റർക്ക് ഇത്ര വിവേചനമില്ലായിരുന്നോ, ഈ പുള്ളിക്കാരനെ പോലുള്ളവരെയൊക്കെ വിളിക്കാവോ? ഞാനൊരു ചർച്ച നടത്തുന്ന മനുഷ്യനായതുകൊണ്ടാണ് ഇത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തെ അങ്ങനെ വിടുക. അപ്പം ദൈവത്തിനൊരു മനുഷ്യനോട് ഇടപെടാൻ ആൾക്കൂട്ടം ഒരു പ്രശ്നമല്ല. ഒരു വ്യക്തിയുടെ ഏകാന്തത ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിനൊരു മനുഷ്യനോട് ഇടപെടണമെങ്കിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ എന്ത് ചെയ്യും? ഇടപെടും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ഉണ്ട്. ശണവസ്ത്രം ധരിച്ച പുരുഷൻ ദാനിയേലിന്റെ അടുക്കലേക്ക് വന്നു. ആ ശണവസ്ത്രം ധരിച്ച പുരുഷനെ ദാനിയേൽ കണ്ടു. അവനെ കണ്ടപ്പം ദാനിയേൽ ഭയപരവശനായി താഴെ വീണു. കൈ പിടിച്ചിട്ട് ഏറ്റവും പ്രിയ പുരുഷ ദാനിയേലെ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഇത് സംഭവിച്ചത് കൂട്ടത്തിൽ നിന്നവർക്ക് മനസ്സിലായില്ല. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ദൈവം സംസാരിക്കും. അപ്പൊ നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ ആൾക്കൂട്ടം ഒരു പ്രശ്നമല്ല. ഇനി 2, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒറ്റയ്ക്കാണ്. ഒരു വ്യക്തിയുടെ ഏകാന്തത ദൈവത്തിന് അവനോട് സംസാരിക്കുന്നതിന് തടസ്സമല്ല. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളുടെ ഏകാന്തതയിലോ നിങ്ങൾ ദൈവസഭയിലോ വന്നിട്ട് ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിച്ചത് നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വചനം പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ദൈവശബ്ദം കേൾക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ചെവി തുറക്കണം. ഈ വിശ്വാസികൾ കൂടുതൽ മന്ദബുദ്ധികളായി പോകുന്നത് ഈ ചെവി തുറക്കാത്തതുകൊണ്ട്, ദൈവശബ്ദം കേൾക്കാത്തതുകൊണ്ട്, അവരോട് ദൈവം സംസാരിക്കാത്തതുകൊണ്ട്. ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയുക, ഈ വല്ലോരൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് അവർ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്.
പിന്നെ ചിലർക്കുണ്ട് ഞാൻ PC-യാ, ഞാൻ ഗോഡ, ഞാൻ അപ്പുറത്ത, ഞാൻ ബീരായ, ഞാൻ TPM. എൻ്റെ അപ്പനും അമ്മയും TPM ആയിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട് TPM-ഉമായിട്ട്. എൻ്റെ പ്രിയരെ, സഭ ഒന്നേ ഉള്ളൂ. എൻ്റെ പുസ്തകത്തിൽ സഭ, സംഘടന ഒരുപാടുണ്ട്, ദൈവസഭ ഒന്നേ ഉള്ളൂ. നീ സംഘടനയ്ക്കകത്ത് കയറരുത്, സഭയ്ക്കകത്ത് കയറണം. ഇപ്പൊ എൻ്റെ വീട്ടിൽ മാരുതി കാറുണ്ട്, എൻ്റെ വിശ്വാസികളുടെ വീട്ടിൽ നിസാന്റെ കാറുണ്ട്. എന്താ ഉപയോഗം? വീട്ടിൽ പോണം, ഓടിച്ച് വീട്ടിൽ പോണം. എനിക്ക് മാരുതിക്കാറ് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുപോകത്തില്ല. അതിന് സ്ഥാനം ഓടിയാ കാർ പോർച്ചില നടന്ന് കയറി ഞാൻ പോണം. നിന്നെ നിത്യത എത്തിക്കാൻ വേണ്ടിയാണ് വിവിധ പേരുകളിൽ കൂട്ടായ്മയുള്ളത്. പക്ഷേ നിത്യതയിലേക്ക് നീ ഒറ്റയ്ക്ക് കയറണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരുക്കണം. കൈ വചനമില്ലേ? വചനമാകുന്ന കണ്ണാടി നോക്കി ഒരുങ്ങിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാൻ, കർത്താവേ ഈ പാസ്റ്റർ എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പഠിപ്പിച്ചേ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബിനകത്ത് മെസ്സേജ് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞേ, പറയാൻ പറ്റത്തില്ല. എന്തിനാ സഭയ്ക്ക് ആത്മാവിനെ തന്നെ? ഈ വചനം ആത്മാവിനാൽ എഴുതപ്പെട്ടു. അത് ആത്മാവ് നിങ്ങൾക്ക് തിരിച്ചു തരും. അതിന് വചനവും ആത്മാവുമായിട്ട് ഞാൻ ഇരിക്കണം. അതല്ലാതെ നാട്ടുകാരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാനൊന്നും സമ്മതിക്കത്തില്ല. എൻ്റെ ഇറച്ചി ഒരു വലിയ പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിയെ ഇങ്ങനെ ഞാനൊരു മെസ്സേജ് പറഞ്ഞു, ന്യായവിധി ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനാ പുത്രനെ ഏൽപ്പിച്ചേ? ന്യായവിധി പുത്രനെയല്ലേ ഏൽപ്പിച്ചേ? എന്തിനാ പുത്രനെ ഏൽപ്പിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാച്ചാ? ജഡത്തിൽ വസിച്ച ദൈവമാ പുത്രൻ. നിങ്ങൾ എങ്ങനെയാ വസിക്കുന്നേ? ജഡത്തിൽ. നിങ്ങളെ പോലെ ജഡത്തിൽ വസിച്ച ദൈവമാണ് ആര്? യേശു. അവസാന തുള്ളി രക്തം വരെ ഊറ്റിയിട്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ കട്ടത കൊണ്ടാ കർത്താവേ എനിക്ക് അന്നേരം പറ്റിയത് എന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. എന്നേ അവിടെ ചെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശരിക്കും ദൈവവചനത്തിൻ്റെ മുൻപാകെ ക്രമപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നിത്യത അവിടെ കിട്ടത്തില്ല. അതിനാണ് പൗലോസ് പറഞ്ഞേ, നിന്റെ മനസ്സ് പുതുക്കണം. നിന്റെ മനസ്സ് പുതുക്കണം. ഈ മനസ്സ് പുതുക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്നാന്നറിയോ? കുഴപ്പമുണ്ട്. മനസ്സ് പുതുക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം വെച്ചാ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നേ, മനുഷ്യന്റെ ആയുസ് കുറയാൻ കാരണം അവന്റെ മനോഭാവം നിമിത്തമാണ്. ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവന്റെ ഹൃദയ വിചാരങ്ങൾ, അവന്റെ നിരൂപണങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദോഷമുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? 6-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ ലാസ്റ്റാന്ന് തോന്നുന്നു, 120 വർഷമായിട്ട് മനുഷ്യന്റെ ആയുസിനെയും കുറഞ്ഞു. എന്താ ഈ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ വിശ്വാസി ഉരുണ്ട് വീണിയാകുന്നു? ലോകത്തിൽ മുഴുവൻ മരണമാണല്ലോ, ഉരുണ്ട് വീണിയാകുക.
നിന്ന നിപ്പിലാ പോകുന്നേ. എന്തു പറ്റി വെച്ചാ നിന്റെ ഹൃദയ നിരൂപണങ്ങൾ, മനസ്സിന്റെ വിചാരങ്ങൾ ദോഷമുള്ളതാ. എത്ര കിടന്ന് അന്യഭാഷ പറഞ്ഞാലും, എത്ര കിടന്ന് ചാടിയാലും, മനസ്സിന്റെ നിരൂപണം ദൈവസന്നിധിയിൽ വിശുദ്ധമല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങിപ്പോ. കാരണം 139-ാം സങ്കീർത്തനം എഴുതി വെക്കുന്നു, യാഹേ നീ എന്നെ എന്നും ശോധന ചെയ്യുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് നീ ഗ്രഹിക്കുന്നു. എന്റെ മനസ്സിന്റെ ചിന്തയെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുമോ, ദൈവത്തിന്റെ മുൻപാകെ എൻ്റെ മനസ്സ് ശുദ്ധമാണ്? നമുക്ക് കുട്ടിക്കൂറയും വേറാലവലിയൊക്കെ ഇടാന്നേ, പക്ഷെ മനസ്സിനകത്ത് കുട്ടിക്കൂറയും വേറാലവലിയൊന്നും പറ്റത്തില്ല. മനസ്സിനകത്തെ കുട്ടിക്കൂറയും വേറാലവലിയൊന്നും പറ്റത്തില്ല. മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റ്. എനിക്ക് ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഇന്നങ്ങ് തീരത്തില്ല. ഞാൻ അതുകൊണ്ട് 7:30 നിർത്തണമല്ലോ എന്നും കൊണ്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് കയറാത്തില്ല. അല്ലെങ്കിൽ അത് ഞാൻ പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങ് പോകും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിന്റെ വാക്കറിഞ്ഞു, ഇല്ലേ? ദൈവത്തിന്റെ വാക്ക് അറിഞ്ഞു. അപ്പൊ മനസ്സിന്റെ ഒന്നാമത്തെ ജോലിയാണ് അറിവ്, അല്ലേ? അറിവ്. ഇവരറിഞ്ഞു എന്നു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, മരണപ്പെട്ടു പോകും. ഇവരറിഞ്ഞു. ദൈവത്തിന്റെ കാലച്ച കേൾക്കുമ്പം ഓടിച്ചെല്ലാനുള്ള തിരിച്ചറിവ്. ഇവരറിഞ്ഞു ദൈവത്തിന്റെ തേജസ് പോലെ തേജസ്സിന്റെ വസ്ത്രം അവർക്കുണ്ടെന്ന്. ഇവരറിഞ്ഞു ദൈവത്തിന്റെ 2 കൽപ്പനകൾ തോട്ടത്തിന്റെ അകത്തുണ്ടെന്ന്. അറിഞ്ഞില്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഏദൻ തോട്ടത്തിലെ 2 കൽപ്പന എന്തോ പറഞ്ഞു? ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ പോവാ. നീ ഏദൻ തോട്ടത്തിലെ 2 കൽപ്പന എന്തൊക്കെ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ദൈവം അവരോട് കൽപ്പിച്ചു. നമ്പർ 1. നമ്പർ 2, അയ്യോ, ബൈബിൾ പഠിക്കാൻ കയറിക്കും 50 പൗണ്ടേ ഉള്ളൊരു മാസം. സുഖമായിട്ട് പഠിപ്പിച്ചു തരാം. 50 പൗണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിക്ക് സപ്പോർട്ടാന്ന് കൂട്ടിയാൽ മതി, ധൈര്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അത് പറഞ്ഞിട്ട് അതിന് നാളുകൾ മരിക്കും. 1. നമ്പർ 2, പെന്തക്കോസുകാരുടെ കൂടെ ഒക്കെയുള്ള ദൂതാ, കേട്ടോണം. നിങ്ങൾ ഇതുവരെയായിട്ടും വായിച്ചു പോകാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തെ ഒന്ന് വായിപ്പിക്കാവേ. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ആയിട്ടും വായിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തെ ഒന്ന് വായിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിച്ചു. അതിൻ്റെ അകത്തുണ്ട് ഉൽപ്പത്തി. ആ ആ ആ ആ അപ്പൊ 2ാമത്തെ കൽപ്പന എന്താ? അതിനെ കഴിഞ്ഞ് ആദ്യമേ ഒരു സംഭവമുണ്ട്, അത് പറ. സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകണം. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തെ ഏതെങ്കിലും സന്തതി ഉണ്ടായിരുന്നു വെച്ചാ? ഇല്ല. ഇനി ഞാൻ സഭയോട് പറയാൻ പോവാണേ. സഭ ആരാ? നമ്മളാ, ആണല്ലോ. ആദ്യത്തെ തോട്ടത്തിൽ ആരാ താമസിച്ചെന്നറിയാവോ? ആദ്യത്തെ ഏദൻ തോട്ടത്തിൽ ആരാ താമസിച്ചെന്നറിയാവോ? ദൂതന്മാരാ. ഏത് ദൂതനാ? ലൂസിഫറാണ്.
പറയണേ. നമ്മുടെ ഇവിടെയൊക്കെ പോയി പ്രിയരോ, ഞാൻ നിങ്ങൾക്കൊരു അവാർഡ് തരേണ്ട ഇതാണ്. എഹെസ്കേൽ 28-ാം അധ്യായത്തിലുണ്ട് ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ്. മലയാളത്തിൽ കെരൂബ് എന്നാണ്, ഇംഗ്ലീഷിൽ ഏഞ്ചൽ എന്നാണ്, അതിൻ്റെ ഹീബ്രു വേർഡ് ചെറൂബ് എന്നാണ്. ഓക്കെ, അവനാണ് ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് താമസിച്ചത്. അവൻ കളങ്കിതനായപ്പോൾ ദൈവം അവനെ അതിൻ്റെ അകത്ത് നിന്ന് മാറ്റി. എന്നിട്ട് ആരെ കൊണ്ട് വെച്ചു? ലൂസിഫറല്ല, ആദാമിനെ ഹവ്വയെ കൊണ്ടാക്കി. എന്നിട്ട് ദൈവം അവരോട് 2 കാര്യം ആവശ്യപ്പെട്ടു. എന്തൊക്കെയാ? തോട്ടത്തെ കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. എന്തുകൊണ്ടാ കാക്കണമെന്ന് പറഞ്ഞ്? ഇവനെ ഞാൻ വെളിയിലോട്ട് ഇറക്കി വിട്ടു, അവൻ തക്കം പാർക്കുമ്പോൾ എങ്ങോട്ട് കയറും? അകത്തോട്ട് കയറും. അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണ്, നീയും പുറത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് നീ കാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ കാത്തില്ല, അകത്ത് കയറി. 3 കൂട്ടരും കൂടെ പുറത്ത് പോയി. ആദാമും പോയി, ഹവ്വായും പോയി, പിശാചും പോയി. ഓക്കെ, അത് കഴിഞ്ഞപ്പം ദൈവം എന്ത് ചെയ്തു? വേലി കെട്ടി. അതിന് വേലി കെട്ടി. വേലി കെട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? കല്ല് മൊത്തം എടുത്ത് കളഞ്ഞു. എന്തുവാ? കല്ല് മൊത്തം ആണോ? തെളിവുണ്ടോ? ഉണ്ടച്ചാ. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വാക്യം. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വാക്യം. അവൻ അതിനെ വേലി കെട്ടി, അതിലെ കല്ല് എടുത്തു കളഞ്ഞ് ഗോപുരം നട്ടു, അതിലൊരു ചക്ക് വിട്ട് നല്ല മുന്തിരിവള്ളിയും നട്ടു. എന്നിട്ട് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അവ കല്ല് പെറുക്കി കളഞ്ഞു. എന്തുവാ ഈ കല്ല്? എന്തുവാ ഈ കല്ല്? എന്തുവാ ഈ കല്ല്? പറഞ്ഞേ, എന്തുവാ ഈ കല്ല്? ഏത് കല്ലാ ഈ പെറുക്കി കളഞ്ഞ്? കൽപ്പനയാകുന്നതല്ലോ, ഇടർച്ച വരുത്തുന്ന കല്ല്. മിക്കവാറും പാസ്റ്റർജി ഒരു 10 ദിവസത്തെ ബൈബിൾ സ്റ്റഡി വെച്ച് ഇവരെ ജോലിക്ക് വിടരുത്, നമുക്ക് പഠിപ്പിച്ചേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ആദാമിനൊരു ഗാഠനിദ്ര വരുത്തിയിട്ട് ആരെ എടുത്തു? ഹവ്വായെ എടുത്തു. ഹവ്വായെ എടുത്ത് ആദാമിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ആദാം എന്ത് പറഞ്ഞു? ഇവൾ എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും. ദൈവത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവത്തിനൊരു മഹത്വം ഇല്ല. പിന്നെ ഇവളെൻ്റെ സ്വന്തമല്ലേ? ഈ കല്യാണം കഴിഞ്ഞിട്ട് പുതുമണവാളനും മണവാട്ടിയും പോകുന്ന പോലെ കൈയോട് കൈ കൊടുത്ത് പിടിച്ച് അങ്ങനെ അങ്ങ് പോവാ, എൻ്റെ സ്വന്തമാണെന്നും പറഞ്ഞു. എന്നേരമാണ് എവളിലൂടെ ഒരു സംഭവം മണവാളിന് കിട്ടി. തമ്പുരാൻ തോട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്, നീ എന്ത് വളയി ചെയ്തേ? അതെ, എന്റെ കുഴപ്പമൊന്നുമല്ല, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന ഒറ്റ ഏറ്. ആർക്കിട്ട്? ഹവ്വായിക്കിട്ട്. ആദ്യത്തെ കല്ല് ഹവ്വായോട് ചോദിച്ചു, ഓളെ നീ എന്ത് പാടിക്കളി? അതോ ആ സർപ്പം വന്നിട്ട് എനിക്ക് തന്നതാന്നേ ഒറ്റ ഏറ്. ആർക്കിട്ട്? പാവം പാമ്പ് ആർക്കിട്ട് എറിയാനാ? പിതാ ഇറങ്ങി അവന്റെ വഴി. കല്ല് പറി. കുടുംബജീവിതത്തിനകത്ത് കല്ല് പറിച്ചെറിയരുത് കേട്ടോ. കുടുംബജീവിതത്തിനകത്ത് കല്ല് പറഞ്ഞിട്ട് പോകാതെ പോകുന്ന ശരിയല്ലോ. ഏതാണ്ട് ഇനിയും വിളിക്കോ ഇല്ലല്ലോ അറിയത്തില്ല, എന്നാലും പറയാതെ പോകുന്ന ശരിയല്ലല്ലോ. കല്ല് പറയുന്നത്, നീ അപ്പുറത്തെ ആ മിനി ഉണ്ടാക്കുന്ന കറിയൊന്നും നീ കഴിച്ചു വേണം, എന്നാ ടേസ്റ്റാന്നറിയോ എന്ന് പറഞ്ഞാൽ ഇനി നിന്നെ കഴിഞ്ഞ് നല്ലവണ്ണം അപ്പുറത്തെ മിനിക്ക് ഉണ്ടാക്കാനറിയാം. ഭാര്യ ആരായി? ഷൂ. അങ്ങനെ ഇരുന്നപ്പം കെട്ടിയോനെ അടിക്കാനായിട്ട് ഒരു പൊടി. നിങ്ങൾ അപ്പുറത്തെ അവറാച്ചനെയുമുണ്ട്, പുള്ളിക്കാരൻ എങ്ങനെയാ കുടുംബം നോക്കുന്ന നിങ്ങൾക്കറിയാവോ? അപ്പൊ സ്വന്തം കെട്ടിയോനാരായി? കല്ല് വലിച്ചെറിയുക. എവിടെ? കുടുംബത്തിനകത്ത്. ഇന്നത്തോടെ നിർത്തണം ഇതൊക്കെ. ഇതൊന്നും നമുക്കുള്ളതല്ലെന്ന്. ഇതൊക്കെ പിശാചിന്റെ സാധനമാണ്. ഈ കല്ലെല്ലാം തമ്പുരാൻ എടുത്തു കളഞ്ഞു. എന്നിട്ട് വേലി കെട്ടിയിട്ട് നമ്മളെ കൊണ്ടാക്കി. ഇന്ന് നമ്മള് സംഘടനയുടെ പേര് പറഞ്ഞാൽ എറിയുന്നത്.
സംഘടനയുടെ പേര് പറഞ്ഞിട്ട് എറിയുക. സ്തോത്രം. ഏത് സ്വർഗത്തിൽ പോകുന്ന എനിക്കറിയത്. ഞാൻ പഠിച്ച പുസ്തകത്തിനകത്ത് IPC-ക്കാർക്ക് ഒരു ചർച്ച്, ഒരു സ്വർഗം, ചർച്ച് ഓഫ് ഗോഡുകാർക്ക് ഒരു സ്വർഗം, അതിൽ തന്നെ സ്റ്റേറ്റുകാർക്ക് ഒരു സ്വർഗം, റീജിയൻകാർക്ക് ഒരു സ്വർഗം, ചാരോങ്കാർക്ക് ഒരു സ്വർഗം, AG-ക്കാർക്ക് ഒരു സ്വർഗം, TPM-കാർക്ക് ഒരു സ്വർഗം, ഇൻഡിപെൻഡന്റുകാർക്ക് ഒരു സ്വർഗം. ഇങ്ങനെ ഒരു സ്വർഗം എൻ്റെ പുസ്തകത്തിൽ ഇല്ല. എൻ്റെ പുസ്തകത്തിൽ ഇല്ല. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാട്ടി തന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന സഭ, അത് നല്ല മുന്തിരി വള്ളി, നല്ല ഫലം കൊടുക്കണം. അല്ലാതെ വേണമെന്നേ, അല്ലാതെ ദൈവത്തിന് വേണ്ട. നല്ലത് കൊടുക്കാൻ പറ്റത്തില്ലേ? വേണ്ട. യേശു ഓപ്പണായിട്ട് പറഞ്ഞില്ല അല്ലേ? യേശു ഓപ്പണായിട്ട് പറഞ്ഞു. അതിലേക്കൊക്കെ പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും. കായ്ച്ച പോരാ, നിലനിൽക്കണം. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വിഷയമുണ്ട്. അതിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചോണേ, ദൈവം നമ്മളെ ആക്കി വെച്ചത് നല്ല ഫലം കൊടുക്കാനായിട്ട്. നല്ല ഫലം. ഈ ആദിമ മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കി വെച്ചതും നല്ല ഫലം കൊടുക്കാൻ വേണ്ടിയാ. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവത്തോടുള്ള കൂട്ടായ്മ അവർക്കുണ്ടാകാൻ വേണ്ടിയാ. ഓടിച്ചു പറയാം, ദൈവത്തിന്റെ 2 കൽപ്പന തോട്ടത്തിലുണ്ടായിരുന്നു. ഒന്ന്, സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച്. ഞാന് ഇവിടെ സഭയോട് പറയുന്നത് സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകണം. ചോദ്യം, രക്ഷിക്കപ്പെട്ടു, ദൈവസഭയ്ക്കകത്തായി, എത്ര ആത്മീക ജനറേഷൻ ഉണ്ടായി? എത്ര ആത്മീക ജനറേഷൻ ഉണ്ടായി? എത്ര പേരെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നു? എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? അവരെ എത്ര പേരെ ഫോളോ ചെയ്തു? അവർക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചു? അവരെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നിലനിർത്തി. ഒന്നാമത്തെ കൽപ്പന ലംഘിക്കപ്പെട്ടു. രണ്ടാമത്തെ കൽപ്പനയാ പാപം. പാപം. ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ടോപ്പിക്കാണ്. അതിലേക്ക് പോകുന്നില്ല. 7 അനുഗ്രഹം അവർക്കുണ്ടായിരുന്നു. അനുഗ്രഹം മതിയല്ലോ നമുക്ക്. പെന്തക്കോസ്തുകാർക്ക് മൊത്തം അനുഗ്രഹം മതി. അനുഗ്രഹം പറയുന്ന വാസ്റ്റർമാരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീറ്റിംഗ് അയച്ചാ. പക്ഷെ പുസ്തകത്തിനകത്തെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. പുസ്തകത്തിനകത്തെ അനുഗ്രഹം മാത്രമേ മേടിക്കാവുള്ളൂ. അല്ലാത്തതിനകത്ത് ന്യായവിധി ഉണ്ടാകും. അല്ലാത്തതിനകത്തെ ന്യായവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞു തരാം പിന്നെ പുറകെ. 7 അനുഗ്രഹങ്ങൾ ആ തോട്ടത്തിനകത്ത് ദൈവം അവർക്ക് കൊടുത്തു. 7 അനുഗ്രഹം. 1, നിത്യജീവൻ. 2, അമർത്യത. 3, ദൈവത്തിന്റെ സ്വരൂപം. 4, ദൈവത്തിന്റെ സാദൃശ്യം. 5, തേജസ്സിന്റെ വസ്ത്രം. 6, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. 7, സകലത്തെയും അടക്കി ഭരിക്കുക. 7 അനുഗ്രഹമാണ് അവർക്ക് ആ തോട്ടത്തിൽ ദൈവം കൊടുത്തത്. നമുക്ക് അനുഗ്രഹം വേണം, പക്ഷെ കാക്കാനും പറ്റത്തില്ല, ആത്മീക ജനറേഷനും ഇല്ല, ഒന്നുമില്ല. നമുക്ക് അനുഗ്രഹം മൊത്തം വേണമെന്ന് പറഞ്ഞിരിക്കുക. ഇനി ഭൗതിക അനുഗ്രഹം വേണോ? ഒരു കുഴപ്പവും ഇല്ല. ഭൗതിക അനുഗ്രഹത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ എതിരല്ല. ഭൗതിക അനുഗ്രഹം കിട്ടിക്കോട്ടെ, ഇതിനൊന്നും ഞാൻ എതിരല്ല. ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പം ആര് പുറകെ വന്നച്ചാ? ഫറവോൻ വന്നു. ഈ ഫറവോൻ ചെങ്കടലിന്റെ അകത്തേക്ക് വീണു, ഇല്ലേ?
ഈ ഫറവോൻ പിന്നീട് ആരായി മാറിയെന്നറിയോ? പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഈ ഫറവോൻ പിന്നെ ആരായി മാറി? ഈ നാട്ടുകാർ ദൈവത്തെ അറിഞ്ഞ ആളായി മാറിയോ? ഫറവോനോ? നിങ്ങളെ വായിപ്പിക്കാൻ ഞാൻ വിടത്തില്ല, പുസ്തകം വായിച്ചിട്ട് പോയാൽ മതി. യെഹെസ്കേൽ പ്രവചനം 29 അധ്യായം 3 വാക്യം വായിച്ചു. യെഹെസ്കേൽ പ്രവചനം 29 അധ്യായം 3 വാക്യം വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിസ്രയീം രാജാവായ ഫറവോനെ, തൻ്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അവൻ ഫറവോൻ ആരായച്ച? ആരായി? മഹാനക്രം. ഇനി ഞാൻ വായിപ്പിക്കാൻ സമയമില്ല. നിങ്ങൾ ഇനി മഹാനക്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്തുണ്ട്. ഈ ഇംഗ്ലീഷ് ബൈബിളിലും തമിഴ് ബൈബിൾ കറക്റ്റാ, എബ്രായ ബൈബിളും ഗ്രീക്ക് ബൈബിളിലും ഒക്കെ കറക്റ്റാ. മഹാനക്രം, ലിവ്യാദാൻ, കടലാൻ, ഇതിന് 3 ഒറ്റ പേരിൽ അറിയപ്പെടുന്നത്. ലിവ്യാദാൻ, കടലാന, മഹാനക്രം. ഇത് 3 ഒറ്റ പേരിലാണ് ബൈബിൾ അറിയപ്പെടുന്നത്. മൂലഭാഷ അറിയപ്പെടുന്ന ഒന്നാണ്. ഇനി നിങ്ങളെല്ലാം എന്നെ ശ്രദ്ധിച്ചു. അനുഗ്രഹത്തിന്റെ പുറകെ ദൂത് കേൾക്കാനായിട്ട് നിൽക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിച്ചു. മൊത്തം അനുഗ്രഹത്തിന്റെ ദൂതുകളാണല്ലോ. ഈ ഇസ്രായേൽ ജനം മിസ്രയീം കടന്ന് പോയി കടല് കയറി അക്കരെ കയറി കഴിഞ്ഞ് ദൈവത്തോടൊരു പ്രാർത്ഥന, ഒരു പിറുപിറുപ്പ്: ഞങ്ങൾക്ക് അനുഗ്രഹം വേണം, തിന്നാൻ ഇറച്ചി വേണം, ഉള്ളി വേണം. അനുഗ്രഹം മൊത്തം ഈ ലോകത്തിന്റെ സാധനം. അവര് പ്രാർത്ഥിച്ച് പുറപുറത്തു താന്ന്. ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടിച്ചു. എങ്ങോട്ട്? കടലിൽ. ഈ കടലിൽ കിടന്ന ലിവ്യാദാന്റെ തലയെ തകർത്ത് മരുഭൂമിയിൽ കാടപ്പക്ഷിയാക്കി കൊടുത്തു. ഏഴിച്ച് ആവശ്യത്തിനടിച്ചു. പല്ലിനിടെ കുത്തിയപ്പൻ ന്യായവിധി ഇറങ്ങി. ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ പുറകെ പോകാൻ നിൽക്കരുത്. ഇതിനുവേണ്ടി അല്ല നിങ്ങളെ വിളിച്ചേ. പാസ്റ്ററെ, ഞാൻ എന്നെ കഷ്ടപ്പെട്ട് ദൂത് കേട്ട് വെള്ളം മഞ്ഞ് വീഴുന്ന ദേശത്ത് പോകുന്ന ദൂതും കേട്ട് ഇവിടെ വന്നിട്ട് പാസ്റ്റർ എന്താ പറയുന്നത്? ഒന്നും മേടിക്കണ്ടെന്നാണ്. എൻ്റെ പ്രിയരെ, ഞാനൊരു ഭാഗം ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാനങ്ങ് പോവാം. ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം എടുക്കുമ്പോഴേ അനന്യാസ് സഫീർ നിലം വിറ്റിട്ട് പത്രോസിന്റെ കാൽ കീഴിൽ കൊണ്ട് പണം വെച്ചല്ലേ ചാ? പണം വെച്ചില്ലേ? പത്രോസ് മേടിച്ചോ? അത് എടുത്തായിട്ട് ആ പൈസ മേടിച്ചായിട്ട് പുസ്തകത്തിൽ ഞാൻ കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ വെച്ചാൽ, ഈ അനന്യാസിനോടും സഫീറയോടും നിലം വിൽക്കാൻ ആരെങ്കിലും പറഞ്ഞു? ആരുടെയെങ്കിലും പ്രേരണയില്ലാതെ ഇവിടെ നിലം വിൽക്കുമോ? ആൻറ്റി? ഇപ്പൊ ഞാൻ വന്നിട്ട് ഒറ്റ പ്രസംഗം ആൻറ്റി വസ്തു എല്ലാം വിറ്റിട്ട് കർത്താവിന്റെ പിന്നാലെ ആൻറ്റി ചെയ്യുമോ? പക്ഷെ പ്രേരണയില്ലാതെ ചെയ്യത്തില്ല. ആരുടെയെങ്കിലും പ്രേരണയില്ലാതെ ചെയ്യത്തില്ല. ഇവരെ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവാ. ഈ നിലം വിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് പോയി സ്ഥലം വിറ്റു. എത്ര കിട്ടിയെന്ന് പരിശുദ്ധാത്മാവിനറിയാം. എത്ര കിട്ടിയെന്ന് പരിശുദ്ധാത്മാവിനറിയാം. എന്ത് കാണിച്ചു? എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ ഒരു 10 സെന്റ് വസ്തു ഉണ്ടെന്ന് വെച്ചു. 2 ലക്ഷം രൂപ വെച്ച് 20 ലക്ഷം രൂപ കിട്ടി. 5 ലക്ഷം രൂപ മാറ്റി വെച്ചു. അച്ചാനും ഞാനും, മക്കളില്ലായിരുന്നല്ലോ, മക്കൾ തിരക്കി വന്നില്ലല്ലോ. അപ്പോൾ അച്ചാനും ആൻറ്റി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപ മതിയെന്ന് 5 ലക്ഷം രൂപ മാറ്റി വെച്ചു. ബാക്കി 15 വന്നു. ഈ പത്രോസിന്റെ സ്ഥാനത്ത് നമ്മുടെ ഇപ്പോഴത്തെ പുള്ളികളാണെങ്കിൽ അനന്യാസ് 15 ലക്ഷം.
പത്രോസ് യവന്റെ 15 വേണ്ടിയല്ല പത്രോസ് ഇരുന്നത്. അന്നയുടനെ ചോദിച്ചു, പരിശുദ്ധാത്മാവിന് നേരെ നീ വ്യാജം കാണിക്കുന്നുവോ? കാരണം ഇത് വിൽക്കാൻ നിന്നെ ഉത്തേജിപ്പിച്ചത് പരിശുദ്ധാത്മാവ്, വിറ്റത് പരിശുദ്ധാത്മാവിന്റെ ഉത്തേജനത്തിൽ. നീ വാങ്ങിയ പൈസ പരിശുദ്ധാത്മാവ് കണ്ടു, നീ മാറ്റിവെച്ചതും ദൈവാത്മാവ് കണ്ടു. ആത്മാവാണ് എന്നിൽ വ്യാപരിക്കുന്നത്. നീ ഇത്രയ്ക്കാണോ നിലം വിറ്റത്? കണ്ടുവെച്ച് വീഴുക എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ടുള്ള പണം, അനാവശ്യമായിട്ടുണ്ടാക്കുന്ന പണം വിശേഷ വേലയ്ക്ക് മേടിക്കരുത്. മനസ്സിലേ? ആദിമ ശിഷ്യന്മാരെ ഇതായിരുന്ന ആൾക്കാര്. ഇപ്പോഴാണെങ്കിൽ നീ കൊണ്ടുപോര് ബ്രദറെ, നമ്മള് കവറെ പേരെഴുതിയേക്കണേ, കവറിനകത്ത് പേരെഴുതി ഒട്ടിച്ച് നമ്മൾ പിന്നെ വലിയ ബോർഡ് വെക്കുമല്ലേ, അവറാച്ച് 1.5 ലക്ഷം, കുഞ്ഞച്ച് 2 ലക്ഷം. എന്തിനാണെന്നറിയോ? ഈ അവറാച്ചന്റെ കീഴെ അടുത്ത കൊടുക്കാൻ നിൽക്കുന്നവർ ഇവർ 2 പേരും 1.5 2 കൊടുത്തു. ഞാൻ അതിന്റെ കൂടെ കൊടുത്തില്ല, കൂടുതൽ കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് മണ്ടയ്ക്ക് കയറത്തില്ല. 3 ലക്ഷം ഇന്നാ പിടിച്ചോ ലേലം വിളി. ആർക്ക്? ദൈവത്തിന്. ഇതൊന്നും അല്ല ദൈവവേല, ഇതൊന്നും അല്ല. വലങ്ക ചെയ്യുന്നത് സ്തോത്രം. പേരെഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ ഓരോ അറിയും. പാസ്റ്റർ വർഷത്തിൽ കമ്മിറ്റിക്കകത്ത് പൈസ വായിച്ചില്ലെങ്കിൽ പാസ്റ്റർ ഓരോ അറിയും. എൻ്റെ പേര് മുൻഗണന നിൽക്കും. മനോഭാവം. ഈ സഭയ്ക്കകത്ത് ഏത് മനോഭാവത്തിലായിരിക്കുന്നത്? ഇനി ഞാൻ പെന്തക്കോസുകാരോടാ ചോദിക്കുന്നത്, ജാതികളോടല്ലേ, പെന്തക്കോസുകാരോട്. യേശു എന്തിനാ ലോകത്തിൽ വന്ന്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മറ്റുള്ളവരോടല്ല പെന്തക്കോസുകാരോടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലും അറിയത്തില്ല. പിന്നെ ഞാൻ എന്തോ പറയാൻ? ഈ ആദിമ മനുഷ്യന് ദൈവം കൊടുത്ത ഒരു വരദാനമുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തിന്റെ മനസ്സ്. ആണോ അച്ഛാ? നിലത്തെ പൊടി കൊണ്ട് ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഒറ്റ ജീവശ്വാസം. അപ്പോൾ അവൻ ആരായി തീർന്നു? ജീവനുള്ള. അപ്പൊ ദൈവത്തിന്റെ ദേഹിയാണോ അവന് കിട്ടിയത്? ആണോ? ദൈവത്തിന്റെ മനസ്സല്ലേ അവന് കിട്ടിയത്? അവൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ മനസ്സ് പോയോ? എന്തിനെ പെന്തക്കോസുകാരെ യേശു ഭൂമിയിൽ വന്നു? നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നഷ്ടപ്പെട്ടു പോയ മനസ്സ്, മനുഷ്യൻ നഷ്ടപ്പെടുത്തി പോയ ദൈവത്തിന്റെ മനസ്സ് നിന്നിലൂടെ കാണാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് യേശു വന്നേ. ഒന്ന് തൊട്ട് ചോദിച്ച്, ഇത് ക്രിസ്തുവിന്റെ മനസ്സാണോ? പിന്നെ ഒരു 3-ാം ക്ലാസ്സിൽ ഒരു ചെറുക്കൻ പഠിക്കുക. ഇവന്റെ അപ്പം ഭയങ്കര കൂടിയ. ഭൂമിയുടെ ആകൃതി എന്ത്? ഭൂമിയുടെ ആകൃതി. ഇവൻ വീട്ടിൽ വന്നിട്ട് പഠിക്കുക, ഭൂമിയുടെ ആകൃതി എന്ത്? ഗോളാകൃതി. നേരെ അപ്പൻ 2 എണ്ണം അടിച്ചിട്ട് വന്നു. അടിച്ചിട്ട് ഇവന്റെ അടുത്തൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ, മനങ്ങി വന്നടാ, പേനായി പേപ്പർ എടുത്തോണ്ട് വേണം, ഒരു വട്ടം വരച്ചിടാം. വട്ടം ഈ താഴെ നോക്കുമ്പോഴും നീലമഷി, മുകളിൽ നോക്കുമ്പോഴും നീലമഷിയല്ലേ? അല്ലേ? എടാ, അങ്ങനെയാണെങ്കിൽ നീ താഴെ നിന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണണം? ഭൂമിയെ കാണണ്ടേടാ. നീ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് നീ എന്താ കാണുന്നത്? ആകാശം. നീ ഫ്ലൈറ്റൊക്കെ കയറി യാത്ര ചെയ്ത് ഭൂമിയെ ഇടിച്ചു വേണ്ടേ പോകാൻ? ഇല്ലല്ലോ. അപ്പം നീ നേരെ നോക്കിക്കേ, ഭൂമിയുടെ ആകൃതി എന്താ പറഞ്ഞു. അവസാനം കൊച്ചിന് ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു, ഭൂമിയുടെ ആകൃതി എന്താ? മനോഹരമായിട്ട് കൊച്ചൊരു ആൻസർ എഴുതി. ഭൂമിയുടെ ആകൃതി സ്കൂളിൽ വരുമ്പോൾ ഗോളാകൃതി, വീട്ടിൽ ചെല്ലുമ്പോൾ പരന്ന ആകൃതിയുമാണ്. ചർച്ചിൽ വരും നമ്മളെപ്പോലെ ഇത്ര ഭക്തന്മാർ വേറെ ആരും ഇല്ലെന്ന്. ചർച്ചിൽ വന്ന് കയറുമ്പം പാസ്റ്റർ മുമ്പിലും കൂട്ടുകാരുടെ കൂട്ടുവിശ്വാസികളുടെ മുമ്പിലും നമ്മളെപ്പോലെ ഇത്ര ഭക്തന്മാർ ലോകത്തിൽ ആരുമില്ല. ഒന്ന് തൊട്ട് നോക്കണം. ക്രിസ്തുവിന്റെ മനസ്സാണോ?
ബ്രദറെ ഇന്നെന്താ ആരാധന? പിന്നെ നിങ്ങൾക്കെന്താ ഞാൻ ആരാധിക്കുന്നത്? നിങ്ങൾക്കെന്തോ? എനിക്കിവിടെ സർവ്വസ്വാതന്ത്ര്യമല്ലേ, എൻ്റെ കാര്യം നോക്കാം. നിങ്ങൾക്ക് ആരുടെ മനസ്സാ? പിന്നെ ലാസ്റ്റ് വേറെ വല്ല കാര്യം പറവാ. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സ് തന്നത്. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിൽ സഭയ്ക്കകത്താണോ നീ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായിരിക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. ഇല്ലെങ്കിൽ പോകത്തില്ലെന്ന്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. ക്രിസ്തുവിൻ്റെ, ഞാൻ കൂടുതൽ ആരാധിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഈ വാക്യം കേട്ടിട്ട്, ഇത്രയും വചനം കേട്ടിട്ട്, കർത്താവെ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനസാന്തരം നഷ്ടപ്പെട്ടു പോയപ്പാ, എനിക്ക് നിന്ന് മടങ്ങി വരണം. എനിക്ക് ആ ക്രിസ്തുവിൻ്റെ മനസ്സൊന്ന് വേണം അപ്പാ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? സഭകളോട് ദൂത് പറയുമ്പോൾ എല്ലാ സഭയോടും പറയുന്നു മാനസാന്തരപ്പെട്ടോളനാണ്. എൻ്റെ പ്രിയരെ, യേശു വരാൻ സമയമായി. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിത്യത അകലെയാണ്. ഈ രാത്രി ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പറയാമോ? പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ സ്വയം പൊങ്ങി നിന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥത ഉയർന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പകയുണ്ട്. എൻ്റെ ജീവിതത്തിൽ കോപമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കുറ്റം പറയുന്ന സ്വഭാവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. ഈ രാത്രി അതെന്നോട് ക്ഷമിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നിലേക്കൊന്ന് പകരണം. ആ ദൈവസഭയ്ക്കകത്ത് ഞാനായിത്തീരണം. ഇന്ന് രാത്രി ഒരു മനസ്സ് പുതുക്കം എന്നിൽ ഉണ്ടാകണം. ഈ ലോകത്തിന് അനുരൂപമാകരുത്. മനസ്സ് പുതുക്കണം. യേശു വരാൻ സമയമായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ യേശുവിൻ്റെ വരവ് താമസിക്കുന്നില്ല. ഈ രാത്രി നിന്റെ മനസ്സ് പുതുക്കുവാൻ ഒരവസരം കൂടെ ദൈവം നിനക്ക് തരികയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ മനസ്സിനെ പുതുക്കുവാൻ തക്കവണ്ണം ഈ രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരാഴമേറിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ്, അപ്പാ, എൻ്റെ മനസ്സ് എവിടെയൊക്കെയോ മാറിപ്പോയിട്ടുണ്ട്. അപ്പൻ്റെ മനസ്സ് വിട്ട് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. സുബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ രാത്രി അപ്പൻ്റെ മനസ്സിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം എനിക്ക് അങ്ങയുടെ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. തീർച്ചയായും പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കും.